ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ BS6 മോഡൽ വണ്ടി നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം, വാൽവ് നല്ല രീതിയിൽ ലൂസ് ഉണ്ട് ടാപ്പറ്റ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി വാൽവ് നല്ല രീതിയിൽ ലൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരാം. ഒന്ന് ഈ ക്യാം ഷാഫ്റ്റ് അല്ലെങ്കിൽ റോക്കർ ആമിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ സാധാരണ രീതിയിലത്തെ പെട്ടെന്ന് ലൂസായി പോകാറുണ്ട്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കറക്റ്റ് നോക്കി വേറെ പ്രശ്നങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിലവിൽ നമ്മൾ ലൂസ് ഉള്ളത് കറക്റ്റ് ഗേജ് വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 100% നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ വാൽവിൻ്റെ ഗൈഡിനും തേയ്മാനം വരാറുണ്ട് സാധാരണ ഈ മോഡലിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ വാൽവ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിയ സൗണ്ട് മാറും, പക്ഷേ ചെറിയൊരു നോയ്സ് അപ്പോഴും കാണിക്കും കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പരമാവധി യൂസ് ചെയ്യുക. വലിയ സൗണ്ട് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള സൗണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ് അഴിച്ചിട്ട് നമ്മളത് ലെയ്ത്തിൽ കൊടുത്ത് ഗൈഡ് മാറ്റാനാണ് പറ്റുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ വലിയ മേജറായിട്ടുള്ള ഒരു സൗണ്ട് മാറിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ അഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഓറിങ് കാര്യങ്ങൾ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് കേട്ടോ, അത് മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഒരു മൈനർ ചെക്കപ്പ് ആയിട്ട് ആ ചെയിൻ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് ഒന്ന് ചെക്കിങ്നെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബ്രേക്ക് പാഡൊക്കെ ഉണ്ട്, അത്യാവശ്യം പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ സർവീസായിട്ടില്ല, ജനറലായിട്ടുള്ള സർവീസ് നെക്സ്റ്റ് അടുത്ത സർവീസുകൾ ഒരുമിച്ച് ചെയ്യാം എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഈ വർക്കുകൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.